മൂന്നാർ ഗവൺമെൻറ് കോളേജിലെ അധ്യാപകനായിരുന്ന ആനന്ദ് വിശ്വനാഥൻ എന്ന് പറയുന്ന അവിടുത്തെ വിഭാഗത്തിൻ്റെ മേധാവിയായിരുന്നു, എക്കണോമിക്സ് വിഭാഗത്തിൻ്റെ. അവിടെ PG പരീക്ഷയിൽ 5 കുട്ടികൾ കോപ്പി അടിച്ചപ്പോൾ അദ്ദേഹം അവർക്കെതിരെ നടപടിയെടുത്തപ്പോൾ അവർ കൊണ്ടുപോയി പീഡന പരാതി കൊടുത്തു. പീഡന പരാതി കൊടുത്ത ഈ കുട്ടികളെല്ലാം തന്നെ SFI അനുഭാവികളായിരുന്നു. പക്ഷേ ഈ അധ്യാപകൻ നിരന്തരമായ വേട്ടയാടലുകൾക്ക് ഒടുവിൽ അവസാനം കോടതിയിൽ നിന്ന് അദ്ദേഹം പെൺകുട്ടികളെ പീഡിപ്പിച്ചിട്ടില്ല, ഇവർ വ്യാജ പരാതിയാണ് കൊടുത്തത് എന്നുള്ള വിധി നേടി. അദ്ദേഹം വിജയിച്ചു ആ കേസിൽ. ഇങ്ങനെ ഒരു മനുഷ്യൻ്റെ ജീവിതവും ആയുസ്സും എല്ലാം കളയുന്ന, സൽപ്പേര് മൊത്തം കളങ്കപ്പെടുത്തുന്ന ഒരു വലിയ നീക്കം, അതും വിദ്യാർത്ഥികളുടെ സ്വന്തം വിദ്യാർത്ഥികൾ, അറിവ് പകർന്നു കൊടുത്ത വിദ്യാർത്ഥികൾ തന്നെ പകയുടെ പേരിൽ അധ്യാപകനോട് ഇങ്ങനെ കാണിക്കുന്നത് എന്ത് വലിയ അനീതിയാണ്. പൊറുക്കാൻ കഴിയാത്ത 12 വർഷം നീണ്ടു നിന്നിരിക്കുന്നു. ഈ 2013 മൂന്നാർ ഗവൺമെൻറ് കോളേജിൽ ഈ സംഭവം നടക്കുന്നത്. അധ്യാപനം എന്ന് പറയുന്നത് പവിത്രമായൊരു ജോലിയാണ്. വിദ്യാർത്ഥികളെന്ന് പറയുന്നത് അധ്യാപകരെ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നവരാണെന്നൊക്കെയാണ് സങ്കല്പം. പക്ഷേ നമ്മൾ നിർഭാഗ്യവശാൽ നമ്മൾ ഈ സമീപകാലങ്ങളിൽ നമ്മുടെ കലാലയങ്ങളിൽ കണ്ടുവരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് അധ്യാപകർക്കെതിരെയുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. ഇതെന്ന് പറഞ്ഞാൽ പിന്നെ അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ആനന്ദ് വിശ്വനാഥൻ എന്ന് പറയുന്ന അദ്ദേഹം എക്കണോമിക്സ് വിഭാഗത്തിലെ ഹെഡായിരുന്നു. ഈ കോളേജിൽ എക്കണോമിക്സ് വിഭാഗത്തിലെ ഹെഡായിരുന്നു. അവിടെ ആണ് ഈ MA പരീക്ഷയ്ക്ക് പഠിച്ചിരുന്ന കുട്ടികളാണെന്ന് നോക്കണം. ഇവർ PG വരെ എത്തിയവരാണ്, പഠിച്ച് PG വരെ എത്തിയവർ. അവരാണ് ഈ 4 വിദ്യാർത്ഥിനികളെയാണ് കോപ്പിയടിക്ക് വേണ്ടി ഈ അദ്ദേഹം പിടിച്ചു കഴിഞ്ഞതിന് ശേഷം അദ്ദേഹം അത് ഇൻവിജിലേറ്റർ ആയിരുന്ന ഒരു പ്രൊഫസർ അജേഷ് എന്ന് പറയുന്ന ഒരാളുടെ കൈമാറി. പക്ഷേ അദ്ദേഹം ഇത് കൊടുക്കാൻ തന്നെ മടിച്ചു, ഇത് വിവരം അറിയിക്കാൻ തന്നെ മടിച്ചു. പ്രിൻസിപ്പൽ പ്രൊഫസർ മോഹൻ എന്ന് പറഞ്ഞ ഒരാളായിരുന്നു പ്രിൻസിപ്പൽ. ഇവർ രണ്ടുപേരും ചേർന്ന് നിന്നു എന്നാണ് ഈ കാര്യത്തിന് വേണ്ടി പറയുന്നത്. എന്നിട്ട് അവരാ റിപ്പോർട്ട് ചെയ്ത വിവരം അറിയിച്ചില്ലെന്ന് മാത്രമല്ല, പിന്നെ അവർ വിദ്യാർത്ഥികളോട് ചേർന്ന് നിന്നുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കാൻ ആവശ്യപ്പെട്ടു എന്ന് വേണം കരുതാൻ. കുട്ടികൾ അത് കഴിഞ്ഞതിന് ശേഷം മൂന്നാർ CPM ഓഫീസിൽ കൂടിയാണ് ഇങ്ങനെ പരാതി കൊടുക്കാൻ വേണ്ടി തീരുമാനിച്ചത് എന്നാണ് പറയുന്നത്. അത് അവർ പിന്നെ ഒടുവിൽ സമ്മതിക്കപ്പെടുകയും അങ്ങനെ തെളിയിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹത്തിനെതിരെ 4 കേസുകളാണ് ചാർജ് ചെയ്യപ്പെട്ടത്. പീഡനവുമായി ബന്ധപ്പെട്ട് 4 കേസുകളാണ് ഈ അധ്യാപകനെതിരായിട്ട് ചാർജ് ചെയ്യപ്പെട്ടത്. അതിൽ 2 എണ്ണത്തിൽ അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടിരുന്നു. 2 എണ്ണത്തിലാണ് 3 വർഷം തടവും 5000 രൂപ പിഴയുമാണ് അദ്ദേഹത്തിന് ഈ കേസിൽ ശിക്ഷയായി മൂന്നാർ കോടതി വിധിച്ചത്, ആദ്യം വിധിച്ചത്. അപ്പം ഇതിനിടയിൽ രസകരമായ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിൻഡിക്കേറ്റ് അംഗങ്ങളുടെ ഒരു അന്വേഷണം നടത്തി ഇത് തെറ്റാണെന്നും ഇങ്ങനെ നടന്നിട്ടില്ലെന്നും ഇതിനിടയിൽ ആ കമ്മിറ്റി റിപ്പോർട്ട് നൽകുകയും ചെയ്തിരുന്നു. ഈ പരാതിയെപ്പറ്റി യൂണിവേഴ്സിറ്റി തലത്തിൽ നടന്നൊരു അന്വേഷണം നടന്നിരുന്നു ഇതിനിടയിൽ, സിൻഡിക്കേറ്റ് അംഗങ്ങളെ കൊണ്ട്. അങ്ങനെയൊരു സംവിധാനമുണ്ട് യൂണിവേഴ്സിറ്റിക്ക്. ആ അന്വേഷണത്തിൽ ഇദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് തെളിഞ്ഞാണ് അവർ റിപ്പോർട്ട് നൽകിയത്. എങ്കിൽ പോലും ഈ കോടതി ശിക്ഷിക്കുന്ന ഒരു നിലയിലേക്കാണ് കാര്യങ്ങൾ എത്തിയത്. മൂന്നാറിലെ കോടതി. അത് കഴിഞ്ഞ് അദ്ദേഹം നൽകിയ അപ്പീലിലാണ്, തൊടുപുഴ കോടതി, സെഷൻസ് കോടതിയിൽ അദ്ദേഹം നൽകിയ അപ്പീലിലാണ് ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായും കുറ്റവിമുക്തപ്പെട്ടിരിക്കുന്നതെന്ന് പറയുന്നത്. അപ്പോൾ ഇതിനിടയിൽ കൂടി കടന്നുപോയ ഒരു മാനസിക വ്യഥ, ഇതിനിടയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സൽപ്പേര്, ഇതിനിടയിൽ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ട സർവീസിൽ അദ്ദേഹത്തിന് നഷ്ടമുണ്ടായിരിക്കുന്ന ബുദ്ധിമുട്ടുകൾ, ഇതൊന്നും ഓർക്കാതെ നിസ്സാരമായിട്ട് ഇങ്ങനെ ഈ നമ്മുടെ രാജ്യത്ത് കണ്ടുവരുന്ന ഒരു പ്രവണതയാണല്ലോ ഇത്. ഒരാളെ ശങ്കരാടി ഒരു സിനിമയിൽ പറയുന്ന പോലെ എന്താണ് പറയുന്നത്, വളർന്നു വരുന്ന ഒരുത്തിനെതിരായിട്ട് ഒരു പീഡനം, അവൻ എങ്ങനെയെങ്കിലും ഒതുക്കണം എന്ന് പറയുന്ന പോലെ നമ്മുടെ രാഷ്ട്രീയത്തിലും കാണാറുണ്ട്. പീഡനം എങ്ങനെയാണ് ആളുകളെ, സ്ത്രീ പീഡനം എന്ന് പറയുന്നത് അത് ഇപ്പോൾ മാത്രമല്ല, പണ്ട് ഉപയോഗിച്ചിരുന്നു, രാഷ്ട്രീയത്തിൽ ഉപയോഗിച്ചിരുന്നു, അധ്യാപകർക്ക് എതിരായിട്ട് ഉപയോഗിച്ചിരുന്നു. എന്ന് മാത്രമല്ല, ഇടക്കാലത്ത് ഈ അധ്യാപക സംഘടനകൾ തമ്മിലുള്ള വൈരം പോലും ഇങ്ങനെ തീർക്കാൻ വേണ്ടിയുള്ള ഒരു സമീപനം നടന്നിരുന്നതാണ്. ഇതിപ്പം ഇദ്ദേഹം കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയായ PCTA കോൺഗ്രസ് അനുകൂല അധ്യാപക സംഘടനയുടെ നേതാവായിരുന്നു ഇദ്ദേഹം. പക്ഷേ മറ്റവർ 2 പേരും, അതായത് ഇൻവിജിലേറ്റർ ആയിരുന്നയാളും പ്രിൻസിപ്പലായിരുന്നയാളും ഇടത് അനുകൂല സംഘടനകളുടെ പ്രസിഡൻ്റായിരുന്നുള്ളതാണ്. അപ്പോൾ ഈ വിദ്യാർത്ഥികൾ തമ്മിലുള്ള ഒരു പോരിനേക്കാൾ രൂക്ഷമാണ് ഈ അധ്യാപക സംഘടനകൾ തമ്മിലുള്ള ഒരു പോരെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ ഇപ്പോൾ അധ്യാപകർ സംഘടനാ അടിസ്ഥാനത്തിൽ കാര്യങ്ങളെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെയാണിത് നമ്മൾ യോജിക്കാൻ കഴിയും. അധ്യാപകരെന്ന് പറയുന്നത് നമുക്കറിയാം, ചെറുപ്പകാലം തൊട്ട് നമ്മളൊക്കെ ഈ അധ്യാപകരെ വളരെ ബഹുമാനിച്ചിരുന്ന ഒരു മനോഭാവമുള്ളവരാണ് പൊതുവെ നമ്മുടെ നാട്ടിൽ. ഭാരതീയ സങ്കല്പം എന്ന് പറയുന്നത് അങ്ങനെയാണ്. ഈ അധ്യാപകൻ ഈ സ്കൂൾ അധ്യാപനം തൊട്ട് അങ്ങ് ഏറ്റവും ഉയർന്ന സ്ഥലം വരെയുള്ള കാലത്ത് അധ്യാപകരെ അങ്ങേയറ്റം ബഹുമാനിക്കുന്ന ഒരു പാരമ്പര്യവും കൃത്യമായിട്ട് നമുക്കുണ്ട്. അധ്യാപകർ വീടുകളിൽ പണ്ട് ഈ സർവീസ് അല്ലെങ്കിൽ അവരുടെ സേവന വേതന വ്യവസ്ഥകളൊക്കെ അധ്യാപകർക്ക് വളരെ മോശമായിരുന്നൊരു കാലഘട്ടമുണ്ട്. ഈ
ഈ പ്രൈമറി സ്കൂൾ തലങ്ങളിലൊക്കെ. എങ്കിൽ പോലും നമുക്ക് അവരോട് വലിയ ആദരവും ബഹുമാനമാണ് ഉണ്ടായിരുന്നത്. ഒരു ജുബ്ബയൊക്കെ ഇട്ട് സ്കൂൾ വിദ്യാഭ്യാസം മുഴുവൻ പഠിപ്പിച്ചിരുന്ന അധ്യാപകരൊക്കെ ഉണ്ട്. നമ്മളങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ കാരൂർ നീലകണ്ഠപിള്ളയുടെയൊക്കെ കഥകളുണ്ട്, അധ്യാപകരെ പറ്റിയുള്ള കഥകളുണ്ട്, അധ്യാപകരുടെ ദാരിദ്ര്യത്തെ പറ്റിയുള്ള കഥകളുണ്ട്. അതേ അവസരത്തിൽ അവർക്ക് ലഭിക്കുന്ന ബഹുമാന്യതയെപ്പറ്റി, ബഹുമാന്യത മാത്രമാണ് അവർക്കുണ്ടായിരുന്നത്, ഒരു കാലത്തുണ്ടായിരുന്നത്. പിന്നീട് അവരുടെ സേവന വേതന വ്യവസ്ഥകളൊക്കെ മെച്ചപ്പെട്ടു, അധ്യാപകരുടെ അങ്ങനെയൊക്കെ ഉണ്ടായി. എങ്കിൽ പോലും ഞാൻ പറഞ്ഞത് അധ്യാപകന് കൊടുത്തിരുന്ന ഒരു ബഹുമാനം. നമ്മൾ ഈ ഗുരു പൂജ എന്ന് പറയുന്ന ഗുരു പൗർണമി എന്നൊരു ആഘോഷം നമുക്കുണ്ട്. അതായത് ഗുരുവിനെ ആദരിക്കുന്ന ഒരു വ്യാസന ആണ് ആദ്യത്തെ ഗുരു എന്ന സങ്കല്പത്തിലാണത് ചെയ്യുന്നത്. പക്ഷേ അധ്യാപകർക്ക് വേണ്ടി അല്ലെങ്കിൽ പഠിപ്പിക്കുന്നവർക്ക് വേണ്ടി അതായത് അജ്ഞാന ദിപരാന്തസ്യ എന്നാണല്ലോ പറയുന്നത്, നമ്മൾ വെളിച്ചത്തിലേക്ക് നയിക്കുന്ന ആളെന്നാണല്ലോ അധ്യാപകനെ പറ്റിയുള്ള സങ്കല്പം. അങ്ങനെയൊക്കെയാണ് നമ്മൾ അധ്യാപകരെ പറ്റി സങ്കല്പിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെയാണ് നമ്മളിത് കാണുന്നത്. ഇതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒതുക്കാൻ വേണ്ടി ഇങ്ങനൊരു ആസൂത്രിതമായ ശ്രമം അധ്യാപക സംഘടനകൾ തമ്മിലുള്ള ഇതിനകത്ത് നടന്നത് സ്കൂൾ ഹയർ സെക്കൻഡറി തലത്തിൽ ഹൈസ്കൂൾ തലത്തിലുമൊക്കെ ഈ പരാതി ഏറ്റുവാങ്ങിയ കുറേ അധ്യാപകരുടെ നിര കഴിഞ്ഞ ഒരു 10 വർഷങ്ങൾക്കിടയിൽ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോഴാണ് നമ്മൾ ആസൂത്രിതമായ ഒരു നീക്കമാണ് എന്ന് നമ്മൾ കരുതുന്നത്. വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ കണ്ടിട്ടുണ്ട്, മഹാരാജാസ് കോളേജിൽ പ്രിൻസിപ്പലിൻ്റെ കസേര കത്തിച്ച വിദ്യാർത്ഥികളെ നമ്മൾ കണ്ടിട്ടുണ്ട്. പിന്നെ അധ്യാപകർ എന്തെങ്കിലും നിലപാടുകൾ കൃത്യമായ രാഷ്ട്രീയ ചായ്വോടുകൂടി പ്രവർത്തിക്കുന്ന അധ്യാപക സംഘടനകളുണ്ട്, അധ്യാപകരുണ്ട്. അവർ ഇതര കോളേജ് യൂണിയൻ തിരഞ്ഞെടുപ്പുകളിൽ വരെ ഇടപെടുകയും ആ ഇടപെടലുകൾ കൊണ്ടുണ്ടാക്കുന്ന കുഴപ്പങ്ങൾ മുഴുവൻ ഉണ്ടാക്കി വെക്കുകയും. നമ്മൾ എന്തിനു പറയുന്നു, നമ്മൾ സർവകലാശാല തലത്തിൽ നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ നിലവാരം എന്ന് പറയുന്നത് താണതിൻ്റെ തന്നെ ഏറ്റവും വലിയ ഒരു കാരണമെന്ന് പറയുന്നത് ഈ അധ്യാപകരോടുള്ള അല്ലെങ്കിൽ വിദ്യാഭ്യാസ സംവിധാനത്തിൽ വന്നിരിക്കുന്നതിന് മൂല്യം ചെയ്തതാണ്. നമുക്കറിയാം, ഇപ്പോൾ വൈസ് ചാൻസലറും ഈ യൂണിവേഴ്സിറ്റി തലത്തിൽ നടക്കുന്ന സംഘർഷത്തെപ്പറ്റി നമുക്കറിയാമല്ലോ. അവിടെ ഒരു സമരം നടന്നു കേരള യൂണിവേഴ്സിറ്റി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ നടന്ന സിൻഡിക്കേറ്റ് യോഗത്തിൽ ഈ ഫലത്തിൽ എന്തിനാണ് ഒരു ഭീകരമായ സമരം വിദ്യാർത്ഥികൾ നടത്തിയതെന്ന് അറിയത്തില്ല. കാരണം ഒരു ദിവസം യൂണിവേഴ്സിറ്റിക്ക് അകത്ത് ആക്രമിച്ച് കടക്കത്തക്ക നടത്തി എന്തിനാണെന്ന് ഇപ്പോഴും മനസ്സിലാകുന്നില്ല. കാരണം ഫലത്തിൽ എടുത്ത തീരുമാനം അംഗീകരിക്കപ്പെട്ടുകൊണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ട ആളെ സസ്പെൻഷനിൽ നിർത്തിക്കൊണ്ട് തന്നെ പുതിയ ഒരാളെ നിയമിച്ചു എന്ന ഒരു കാര്യം മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. ഇപ്പം നമുക്ക് ആ സമരം എന്തിനാണെന്ന് തന്നെ മനസ്സിലായി. ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഈ കണ്ടുവരുന്ന നമ്മുടെ കലാലയങ്ങൾ അശാന്തമാകുന്ന കാര്യങ്ങളെപ്പറ്റിയാണ് പറഞ്ഞത്. ഇതിൻ്റെയൊക്കെ പരിണിത ഫലമാണ് ഇത്ര ഹീനമായ ഒരു ആക്രമണം ഒരു അധ്യാപകന് നേരെ നടത്താൻ കഴിയുമെന്ന് പറയുന്നത്. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കി, എത്ര ഹീനമായ ഒരു 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 ഇതിനെ ആക്രമണം എന്നല്ല വിശേഷിപ്പിക്കാൻ കഴിയുള്ളൂ. അത്ര മോശമായ ഒരു രീതിയിലുള്ള ഒരു കാര്യമല്ലേ അവരെ ചെയ്തു എന്ന് പറയുന്നത്. ആ സൽപ്പേർ ഇത്രയും നാൾ നീറി കഴിഞ്ഞ അയാളുടെ കുടുംബം, അധ്യാപകൻ്റെ കുടുംബം, പിന്നെ സമൂഹത്തിൽ അധ്യാപകന് നമ്മൾ പറഞ്ഞതുപോലെ സമൂഹത്തിൽ കൊടുത്തിരിക്കുന്ന ഒരു മാന്യതയുണ്ട്. ആ മാന്യത മുഴുവൻ ഇല്ലാതാക്കിക്കൊണ്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഇവർക്ക് അദ്ദേഹം അതിനെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. ഇതിവിടെ അവസാനിപ്പിക്കേണ്ട ഒരു കാര്യമല്ല. അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെടുക എന്നതല്ല ഏറ്റവും പ്രധാനം. അദ്ദേഹം കുറ്റവിമുക്തനാക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹത്തിന് ഇനിയും അദ്ദേഹത്തിന് സാമ്പത്തികമായി പെൻഷൻ ആനുകൂല്യങ്ങൾ അടക്കം അദ്ദേഹത്തിന് ലഭിക്കാനുണ്ട്. പക്ഷേ അതിനൊക്കെ അപ്പുറം ഇവർ ശിക്ഷിക്കപ്പെടുക എന്നുള്ളതാണ് പ്രശ്നം. 2 വിദ്യാർത്ഥികളെ യൂണിവേഴ്സിറ്റി ഡിബാർ ചെയ്തിരുന്നു. സിൻഡിക്കേറ്റ് തീരുമാനം വന്ന് കഴിഞ്ഞ ശേഷം തന്നെ തെറ്റാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് 2 വിദ്യാർത്ഥികളെ ഡിബാർ ചെയ്യുന്നു. അത് പോരാ. നമ്മൾ ഇത്തരം ഒരു അതിക്രൂരമായൊരു ഒരു ആക്ഷേപം ഉന്നയിച്ച്, ഇല്ലാത്ത ഒരു ആശയം ഉന്നയിച്ച് ഗൂഢാലോചന അടക്കമുള്ള ക്രിമിനൽ കുറ്റങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഇവരെ മാതൃകാപരമായി ശിക്ഷിക്കാനുള്ള ഒരു നടപടി ഉണ്ടാകണം. അതിനുള്ള നടപടി അദ്ദേഹത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുമെന്ന് അദ്ദേഹം പ്രസ്താവിച്ചിട്ടുണ്ട്. അത് വിട്ടുകൊടുക്കാൻ ഭാവമില്ല. കാരണം തനിക്ക് നഷ്ടപ്പെട്ടത് ഇവർക്ക് ആർക്ക് തിരിച്ചു തരാൻ കഴിയുന്നതല്ല. വർഷങ്ങൾ, പണം, മാനം എല്ലാം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് തിരിച്ച് അവർ ശിക്ഷിക്കപ്പെടാൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കും അദ്ദേഹം പറയുന്നുണ്ട്. അത് പിന്തുണ നൽകുകയാണ് നമ്മൾ ചെയ്യുന്നത്. നമുക്കിവിടെ ഇങ്ങനെ ഇനിയും ആവർത്തിച്ചുകൂടെ ഇത്തരം ഒരു പീഡന പരാതി അടക്കമുള്ള ഒരു കാര്യം ഉന്നയിച്ചുകൊണ്ട് ഇനി ഒരിക്കലും ഒരു നടപടി ഉണ്ടായിക്കൂടാ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.